വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവനും ഇട്ടുമൂടാനായിട്ട് സ്വത്തുള്ളവനും അധികാരം കയ്യിലുള്ളവനും അതുപോലെ സ്വാധീനം കയ്യിലുള്ളവനും ഒക്കെ സാധാരണക്കാരന്റെ ജീവിതം എടുത്ത് പന്താടാൻ വളരെ എന്താ പറയാ ആ ക്രൂരമായ ഒരു മനസ്സെടുത്ത് ഉപയോഗപ്പെടുത്താറുണ്ട്. ജനം ഇഷ്ടപ്പെടുന്ന ഒരു മന്ത്രി, ജനം ഇഷ്ടപ്പെടുന്നത് പറയാൻ കാരണം അത്രത്തോളം കഴിവുള്ള ഒരു മന്ത്രിയാണ്. വ്യക്തി ജീവിതത്തിലൊക്കെ എല്ലാവരും കണക്കാ. നമ്മൾ പലതും അറിയുന്നില്ലെന്നേ ഉള്ളൂ. അത് ഞാനായാലും നിങ്ങളായാലും ആരായാലും നമ്മളൊക്കെ മറ്റുള്ളവരെ കുറ്റം പറയാൻ മിടുക്കരാണ്. പക്ഷെ എന്നാലും നമ്മളിൽ കുറച്ച് നന്മകളുണ്ട്. അതുപോലെ ഒരു നന്മയുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. മറ്റേത് മന്ത്രിയേക്കാളും മറ്റേത് ജനപ്രതിനിധിയെക്കാളും നല്ല കഴിവുള്ള ഒരാളാണ്, ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. പക്ഷെ എന്തോ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പട്ടിഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം സംഭവിച്ച നമുക്കറിയാലോ, ആയൂരില് ഒരു KSRTC ബസ് തടഞ്ഞു നിർത്തി അതിന്റെ മുന്നിൽ ഒരു കാലിക്കുപ്പി കിടന്നോ വെള്ളക്കുപ്പി കിടന്നോ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഷോ നടത്തുന്നത്. ഏറ്റവും സങ്കടകരമായ വസ്തു അതല്ല. ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയുന്ന ഒരു മന്ത്രി, കുടുംബത്തിന്റെ വില അറിയുന്ന ഒരു മന്ത്രി ഒരു കുടുംബത്തിനെ ടിച്ചറ വലിപ്പിച്ചുകൊണ്ട് തന്റെ പ്രതികാരം നടത്താൻ വേണ്ടിയിട്ട് അതൊരു വീരത്വമാണ് ശൂരത്വമാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് കണ്ട അന്തം പറ്റും. ആ ഒരു ഇപ്പൊ കുട്ടികളുണ്ട്, ചിലപ്പോൾ വയസ്സായവരുണ്ട്, ഇവരെല്ലാവരും ഉണ്ടാവും. എങ്ങനെയെങ്കിലും ഇവർ കൊടുക്കുന്ന 715 രൂപയിൽ ഒതുങ്ങിക്കൂടി ഇങ്ങനെ തട്ടി വെപ്പിച്ച് നിൽക്കുന്ന സമയത്ത് വൈരാഗ്യം മൂത്തിട്ട് ഒരു കുപ്പി അവിടെ കിടന്നു ഇങ്ങനെ കിടന്നു എന്ന് പറഞ്ഞിട്ട് പട്ടി ഷോ കാണിച്ചിട്ട് ആ ഷോ നാട്ടുകാർ മുഴുവൻ, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ മുഴുവൻ സാറേ അത് പട്ടി ഷോയാണ് ഇങ്ങോട്ട് ഇറക്കണ്ട എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ അതിന്റെ കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത്രേ. ഖേമായിപ്പോയി, വളരെ ഖേമായിപ്പോയി. ഈ മന്ത്രി എന്ന് പറഞ്ഞ ഇത്തിരിയെങ്കിലും ആത്മാർത്ഥമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വന്തം ഡിപ്പാർട്ട്മെന്റിനോട്, താൻ ഭരിക്കുന്ന വകുപ്പിനോട് ഒരു അല്പമെങ്കിലും മാന്യതയും കൂറും പുലർത്തുന്ന ഒരു മന്ത്രിയായിരുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഈ കുപ്പി ഇട്ടുകൊണ്ടുവന്ന വണ്ടീന്റെ കുപ്പി തെരഞ്ഞു നോക്കലല്ലായിരുന്നു. ആ വണ്ടിക്ക് പുക ഉണ്ടോ, അത് ഫിറ്റ്നസ് ഉണ്ടോ എന്നൊക്കെയാണ്. കേരളത്തിൽ ഓടുന്ന KSRTC ബസ്സുകളിൽ എത്ര എണ്ണത്തിന് ഫിറ്റ്നസ് ഉണ്ട്, എത്ര എണ്ണം കണ്ടം ചെയ്തു പോകേണ്ടതുണ്ട്, എത്ര എണ്ണത്തിന് ഇൻഷൂർ ഉണ്ട്, എത്ര എണ്ണത്തിന് പുക ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, പെർമിറ്റ് പോയത് എത്ര ഉണ്ട്, എത്ര എണ്ണം ഉണ്ട് ഒന്ന് പറയാൻ പറ്റുമോ മന്ത്രിക്ക്? നെഞ്ചത്തെ കൈ വെച്ചിട്ട് ഒരു ഒറ്റ വണ്ടി പോലും അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റും? വേണ്ട, 10 എണ്ണം പോലും അങ്ങനെയില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അത് സ്വന്തം വൈകൽ മുട്ടോളം ഇല്ല, ഇവിടെ നിന്ന് അങ്ങോട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടില്ലാത്തൊരു മന്ത്രിയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടില്ലാത്ത ഒരുത്തനെ കണ്ടിട്ട് അയ്യേതേ അവന് തട്ടില്ല എന്ന് പറയുന്നത്. നാണക്കേടാണ് മന്ത്രി, നാണക്കേടാണ്. പ്രത്യേകിച്ച് എൻ്റെ ഒരു നാട്ടുകാരൻ കൂടെ, എൻ്റെ താലൂക്കുകാരനാണ്, കൊട്ടാരക്കര താലൂക്കുകാരനായിരുന്നു ഞാൻ. കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ള അവിടെ നിന്ന് മാറിയിട്ട്. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ് കീഴൂട്ടുകൂട് എന്ന് പറയുന്നത്. മാടമ്പികളാണ് എന്ന അക്കാലത്ത് പലരും വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. ആയൂരും അമ്പലക്കുന്നിലും ഓയൂരിലും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ അവിടെ നിന്ന് വാളത്തോട്ട് വരുന്ന ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ബാലകൃഷ്ണ ഒരു മാടമ്പിയാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഈ പ്രവൃത്തി കാണുമ്പോൾ ഒരു മാടമ്പിയാണോ നമ്മുടെ മന്ത്രി എന്ന് തോന്നിപ്പോവാണ്. അങ്ങനെ ആണോ എന്ന് തോന്നിപ്പോവാണ്. ആണ് എന്നല്ല, നല്ല കഴിവും പ്രാപ്തിയും ബോധവും വിവരവും ഉള്ള ഒരു മന്ത്രി. എന്താണ് വാഹനം എന്നറിയാവുന്ന മന്ത്രി, വാഹനം ഓടിക്കാൻ അറിയുന്ന ഒരു മന്ത്രി, ഏത് വാഹനം ഉണ്ടെങ്കിലും മൂപ്പര് ഓടിക്കും. എല്ലാം അന്തസ്സായിട്ട് ഓടിക്കാൻ കഴിയുന്ന ഒരു മന്ത്രി കേവലം ഒരു ഈഗോന്റെ പേരിൽ അവിടെ ഉദ്ഘാടനം നടത്താൻ പോയിട്ട് ആ ഉദ്ഘാടനം നടത്താനായിട്ട് കുറെ എണ്ണം നിരത്തിയിട്ട് ഷോ കാണിക്കാൻ പറ്റിയില്ല എന്നതിന്റെ പേരിൽ അവിടെ കുടഞ്ഞു കിടന്ന് ഒച്ചമ്പിളി നായിട്ടുണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആയൂര് വന്നിട്ട് ആയൂര് ഒരു KSRTC ബസ് തടഞ്ഞു നിർത്തിയിട്ട് ഒരു സാധാരണക്കാരൻ നെഞ്ചത്തേക്ക് കയറിയ ഒരു കഴപ്പുണ്ടല്ലോ. സത്യത്തിൽ ലജ്ജയാണ്, ലജ്ജ, വളരെ ലജ്ജയാണ്. ആ സാധുവിനെ അവന്റെ കുടുംബ പശ്ചാത്തലോ മറ്റു കാര്യങ്ങളോ നോക്കാതെ വൈരാഗ്യം മൂത്തിട്ടെടുത്ത് തട്ടി എന്ന് പറയുമ്പോണ്ടല്ലോ, മറ്റു ഭാഗത്ത് തട്ടി എന്ന് അറിയുമ്പോണ്ടല്ലോ, മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഈ മന്ത്രിയെ കേരള ജനത ഇന്ന് ഏറ്റവും അധികം വെറുക്കുന്നുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളൊന്ന് നോക്കണം. ഇന്ന് പത്രങ്ങളും ചാനലുകളും വാനോളം പൊക്കിയടിക്കുന്ന ഉപജാപക വൃന്ദങ്ങളും മാത്രമല്ല ഇവിടെ ഉള്ളത്. കുറച്ച് സോഷ്യൽ മീഡിയ പേജുകളുണ്ട്. ആ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഈ അല്പത്വത്തെ ഉണ്ടല്ലോ, ഈ കാണിച്ചിട്ടുള്ള അല്പത്വം, അതിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ജനം. പ്രതികരിച്ചുകൊണ്ട് കൂവി തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരല്പമെങ്കിലും നാണവും മാനവും ഉളുപ്പും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ, കുറ്റബോധം ഒരല്പമെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ചെയ്ത നടപടി അത് പിൻവലിക്കണം. ആ യുവാക്കള് അവരവിടെ തന്നെ പണിയെടുക്കട്ടെ. അവർക്ക് സ്വസ്ഥമായിട്ട് പണിയെടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് ആദ്യം സ്വന്തം ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങളും പൊതുഗതാഗത സംവിധാനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുള്ള വാഹനങ്ങളും സകല KSRTC ബസ്സുകളും ഫിറ്റ്നസ് ഉള്ള, പെർമിറ്റുള്ള, പുക ടെസ്റ്റ് നടത്തിയിട്ടുള്ള, റോഡിൽ കൂടെ ഓടിക്കാനുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു ക്വാളിറ്റിയിലും ആ ഒരു ഉറപ്പിലും ആ സുരക്ഷിതത്വം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള വാഹനങ്ങളെന്ന് ആദ്യം ഒന്ന് ഉറപ്പുവരുത്തുക. ഫിറ്റ്നസ് ഉള്ള വാഹനങ്ങളെന്ന് ഉറപ്പുവരുത്തുക. ഒറ്റയിടത്തിനും ഇൻഷുറൻസ് ഇല്ലല്ലോ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തെരപാര നടക്കേണ്ട ഒരു അവസ്ഥയാണ്. KSRTC ഡ്രൈവർമാരും
മറ്റുള്ളവരുമാണെങ്കിൽ ഒരു വിഭാഗം എങ്ങനെ ആരാന്റെ നെഞ്ചത്ത് കയറി അവന്റെയൊക്കെ കഴപ്പ് തീർക്കാന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് കുറെ എണ്ണം. സകല കാറിനെ കൊണ്ടുവന്ന് അടിക്കാൻ നോക്കുന്നു, സകല ബൈക്കുകാരനെ ഇട്ട് വട്ടം ചുറ്റിക്കുന്നു. അതാണ് ഒരു വിഭാഗം. തട്ടിക്കഴിഞ്ഞാലൊന്നും പോയവർക്ക് പോയി എന്നല്ലാണ്ട് ഒരു ഇത് തേങ്ങാ പിണ്ണാക്കെ കിട്ടൂല അവിടെ KSRTC-യിൽ നിന്ന്. കാര്യം ഒന്നുമില്ല, ഇൻഷൂറിൽ ഒന്നുമില്ല. കോടതി കേസ് പറയാന്ന് വെച്ചാൽ അപ്പോഴും ഒന്നുമില്ല. അവസാനം ഈ ബസ് ജപ്തി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. എത്ര ബസ്സുകൾ ജപ്തി ചെയ്ത കാലമുണ്ട്. അത് ബാലകൃഷ്ണന്റെ കാലത്തും ഇപ്പൊ കെ.പി. കൃഷ്ണന്റെ ഈ കാലത്തിനിടയിൽ എത്ര ബസ്സുകൾ ജപ്തി ചെയ്ത് നാണക്കേടുണ്ടാക്കിയ ഡിപ്പാർട്ട്മെന്റ്. അതൊക്കെ പോട്ടെ, അത് കാലം. ഇന്നത്തെ കാലത്ത് മര്യാദയ്ക്ക് റൂട്ടിലോടാൻ പറ്റുന്ന വാഹനമാണെന്ന് പോലും ഉറപ്പുവരുത്താതെ, വേണ്ട ആ വണ്ടിക്ക് ഈ ഇത്ര ആവേശം മൂത്തിട്ട് ആ വാഹനം തടഞ്ഞു നിർത്തിയിട്ട് ഒരു കാലിക്കുപ്പി ഇരുന്നതിന്റെ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ച് കണ്ട് അവരെ ആത്മാഭിമാനത്തിൽ കുന്തം കയറ്റിയിട്ട് അതിൽ അറുമാദിച്ച് അവിടെ നിന്നല്ലോ, ഇല്ലേ? അങ്ങനെ അറുമാദിച്ച് നിന്നപ്പോ ആ വണ്ടിക്ക് പുക ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ, അത് ഓടാൻ പൊല്യൂഷൻ നിയന്ത്രിതമാണോ എന്നൊന്ന് ചെക്ക് ചെയ്തോ? ഫിറ്റ്നസ് ഉള്ള വണ്ടിയാണോ എന്ന് ചെക്ക് ചെയ്തോ? ഇല്ലല്ലോ. ഉത്തരവാദിത്വമുള്ളൊരു മന്ത്രിയായിരുന്നെങ്കിൽ ആദ്യം അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല. പകരം ഒരു പാവപ്പെട്ടവനെ ഇങ്ങോട്ടില്ലേ ഈ എലിയെ പൂച്ച കണ്ട് തട്ടിക്കളിക്കുന്ന പോലെ ഇങ്ങോട്ട് തട്ടിക്കളിക്കുക. അത് കണ്ടിട്ട് ഇങ്ങനെ ആനന്ദിക്കുക. പണ്ട് ഈ 96 കാലഘട്ടങ്ങൾ 90-96 കാലഘട്ടങ്ങളിൽ ആയൂരും അമ്പലംകുന്നിലും ആ പരിസരത്തുള്ള ആൾക്കാരൊക്കെ ഈ ബാലകൃഷ്ണയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു മാടമ്പികളാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാടമ്പികളാണെന്ന് പറഞ്ഞ അഞ്ചൽ ആറോ ജംഗ്ഷനിലേക്ക് പോകുന്ന ആ ഭാഗത്തൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാർ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ആ ഭാഗത്ത് വർക്ക് ചെയ്തിരുന്ന കാലമാണെന്ന്, 90-92 കാലഘട്ടങ്ങളിലൊക്കെ മാടമ്പികളാണെന്ന്. എന്താ ഇതിങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. കാരണം നല്ലൊരു മന്ത്രിയായിട്ടാണ് എനിക്കന്ന് ഫീൽ ചെയ്തിരുന്നത് അന്ന കാലം മുതലേ. ഇപ്പോ ഇങ്ങനെ പെരുമാറുമ്പോൾ ഒരു പക്ഷെ ഇതുപോലെ അന്നെങ്കിലും എന്തെങ്കിലും കാണിച്ചിട്ടാണോ ഇത് പറയുന്നത് എനിക്കറിയാൻ വയ്യ. ഏതായാലും ഒരു നല്ല മന്ത്രി എന്നുള്ളൊരു പേര്, നല്ലൊരു മന്ത്രി എന്നുള്ളൊരു പേര് കേൾപ്പിക്കുന്നതിന് പകരം ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരിയുള്ള പട്ടിഷോകൾ ഉണ്ടാക്കുകയും മറ്റുള്ളവന്റെ ആത്മാഭിമാനത്തുമായി കുന്തം കയറ്റുകയും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി പലരെയും കുരിശിൽ തറക്കുകയും അവന്റെ ജീവിതം കുളന്തോണ്ടാനും അതൊക്കെ കണ്ട് ആസ്വദിക്കാനും മനസ്സ് വെക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത മനസ്സ് തന്നെ ആയിരിക്കണം കേട്ടോ. Different angles. Don't forget to subscribe and support this channel.